ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വീഡിയോയുടെ സ്റ്റാർട്ടിങ് കൊടുക്കണ ആ ഒരു ബ്ലാക്ക് ലൈനിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്കെങ്ങനെ നമ്മുടെ വീഡിയോസിൽ ഈസി ആയിട്ട് കൊണ്ടുവരാൻ നോക്കാം. സോ അപ്പോൾ അതൊരു മെയിനായിട്ട് ഓവർലാണ് ആഡ് ചെയ്തിട്ട് സെറ്റ് ചെയ്യണേ. സോ അപ്പോൾ ആ ഒരു ഓവറിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും ആ ഒരു ഓവറിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. ശേഷം നമുക്കതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയൽ കാണിച്ചു തരാം. സോ അപ്പോൾ അതിനായി നമുക്ക് ആദ്യം തന്നെ അലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കാം. അലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് ഏത് പ്രൊജക്റ്റിലാണോ അത് ആഡ് ചെയ്യേണ്ടത് ആ ഒരു പ്രൊജക്റ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി വെക്കാം. ശേഷം നമുക്ക് അതിലേക്ക് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ഒരു മീഡിയ ഫസ്റ്റിന് ബ്ലാക്ക് ലൈൻ വരുന്ന ആ ഒരു മീഡിയ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ശേഷം ആ ഒരു ബ്ലെൻഡിങ് ആൻഡ് ഓവർ ഒപ്പാസിറ്റിയിലുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു ഡാർക്ക് എന്നുള്ളിടത്ത് മൾട്ടിപ്ലൈ കൊടുക്കാം. സോ ജസ്റ്റ് ബാക്ക് അടിക്കുക. വീണ്ടും എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് നമുക്ക് ആഡ് എഫക്റ്റ് കൊടുത്ത് ഈ ഒരു ടൈൽസ് എഫക്റ്റ് എന്നുള്ള എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം അതിൻ്റെ ആ ഒരു ലെയർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാം. സോ ജസ്റ്റ് ഒന്ന് സൂമിങ് കുറച്ചാൽ മതി. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ബ്ലാക്ക് ലൈൻ നമുക്ക് ആഡ് ചെയ്യേണ്ട രീതി. സോ ഇത് നമുക്ക് ഈ ഒരു വൈറ്റ് ലൈൻ ആക്കണമെന്ന് എങ്ങനെ കാണിച്ചു തരാം. സോ അതിനെ ഈ ഒരു ബ്ലാക്ക് ലൈൻ ജസ്റ്റ് കളഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വൈറ്റ് ലൈൻ്റെ ഈ ഒരു ഓവർലേ ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഈ ഒരു ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ പോയിട്ട് ലൈറ്റിൽ സ്ക്രീൻ കൊടുക്കാം. ശേഷം അതേപോലെ തന്നെ നമുക്ക് എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് ഈ ഒരു ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. സോ എന്നിട്ട് അതിന് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. സോ അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.